ിക്കാൻ സാധിക്കുന്ന രണ്ട് അമ്മമാരുണ്ട്. ആരൊക്കെയാ? യശോദയും ദേവകിയും. ഒന്ന് പെറ്റമ്മയും ഒന്ന് പോറ്റമ്മയും, അല്ലേ? ഇവിടെ രണ്ടമ്മമാരെയും രണ്ട് തത്വങ്ങളാണ്. ആത്മബോധത്തിലെത്തപ്പെട്ട അമ്മയാണ് ദേവകി, മനസ്സ് പാകപ്പെട്ട ആളാണ്. ദേവകിക്ക് അതുകൊണ്ടാണ് തൻ്റെ കുഞ്ഞായ കൃഷ്ണൻ തന്നിൽ നിന്ന് വേറിട്ട് ഗോകുലത്തിൽ പോയി വളരുന്നെങ്കിലും ദേവകിക്ക് അതൊരു വലിയ ആഘാതമായി ഭവിക്കാത്തത്. കാരണം എന്താ? ആത്മബോധത്തിൽ ഏർപ്പെടുന്ന ഒരാളിൽ നിന്ന് അവരുടെ ഉള്ളിൽ പതിയുന്ന ഈശ്വരൻ പിന്നെ അകന്നു പോവോ? കാരണം ജനിച്ച ഉടനെ തന്നെ ദേവകിക്ക് പിന്നീട് താൻ അടുത്തില്ല എന്ന ദുഃഖം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ഭഗവാൻ എന്ത് ചെയ്തിരുന്നു? അന്ന് തന്നെ തൻ്റെ വിശ്വരൂപം കാട്ടി ഞാൻ ഈ മഹാചൈതന്യമായ വിഷ്ണു സ്വരൂപനാണ് എന്ന് കാണിച്ചു കൊടുത്തിരുന്നു. ഓർമ്മയുണ്ടോ പറഞ്ഞത്? മനസ്സിലായില്ലേ? ആ പൂർണ്ണ രൂപത്തിൽ ആര് കണ്ടു? ദേവകി കണ്ടു. അതോടുകൂടി ദേവകി പരമഭക്തിയിലേക്ക് ഉയർന്നു, ആത്മബോധത്തിലേക്ക് ഉയർന്നു. അതുകൊണ്ട് ദേവകിയിലേക്ക് പിന്നെ എന്തു വന്നിട്ടില്ല? ഭഗവാൻ ഇല്ല എന്ന ദുഃഖം വന്നിട്ടില്ല. മനസ്സിലായില്ലേ? പക്ഷെ നേരെ മറിച്ച് ഇവിടെ യശോദയാകട്ടെ അവിടെ ആത്മബോധത്തിലേക്ക് എത്താത്ത മനസ്സിൻ്റെ പ്രതീകമാണ്. മനസ്സിലായോ? ഒന്ന് ആത്മബോധത്തിലേക്ക് എത്തിയതിൻ്റെ പ്രതീകമാര്? ദേവകി. രണ്ടാമത്തത് ആത്മബോധത്തിലേക്ക് എത്തിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ആത്മബോധവും വരും, ഇടയ്ക്കിടയ്ക്ക് സാധാരണ ബോധത്തിലേക്ക് പോകും. മനസ്സിലായോ? നമ്മളിങ്ങനെ ചില സമയത്ത് നമ്മുടെ ഭക്തിയെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഭക്തി വരും, പിന്നീടോ ഭക്തി എല്ലാം കളഞ്ഞ് വീണ്ടും വേറെ പല കാര്യത്തിന് പോകും. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും ഭക്തി വരും. മനസ്സിലായില്ലേ? നമ്മളെപ്പോലെയുള്ള രണ്ട് തരത്തിലുള്ള ഭാവങ്ങളിലാണ് ഭഗവാനിലേക്ക് നമ്മൾ പോകുന്നത്. ഒന്ന്, പൂർണ്ണമായും ഭഗവാനെ ഉൾക്കൊണ്ട് ഭഗവാനെ അനുഭവിച്ച ആനന്ദത്തിൽ നിന്ന് പിന്തിരിയാത്ത മനസ്സ്. മനസ്സിലായില്ലേ? പൂർണ്ണമായും ഭഗവാനെ ഉൾക്കൊണ്ട് ഭഗവാനെ ഉള്ളിലേക്ക് സ്ഥാപിച്ച് അതിൽ നിന്ന് അകന്നു പോകാതെ പരിച്ഛിന്നമല്ലാതെ അതിൽ അടിയുറച്ച മനസ്സ്. അതാണ് ആരുടേത്? ദേവകിയുടേത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ദേവകിക്ക് ഏറ്റവും വലിയ ദുഃഖങ്ങളെ അതിജീവിച്ച ആളാണ് ദേവകി, ഇല്ലേ? നമ്മളൊന്നാലോചിച്ച് കല്യാണം കഴിഞ്ഞ നിമിഷം മുടിക്ക് കുത്തിപ്പിടിച്ച് വധിക്കാൻ ശ്രമിച്ച ദുഃഖം. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു ദുഃഖം നേരിട്ടുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കെ. അത് കഴിഞ്ഞിട്ട് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളെയും തൻ്റെ സഹോദരൻ, അന്യനോ ശത്രുവല്ല, സഹോദരനായ കംസൻ തന്നെ വധിക്കുന്നത് അനുഭവിച്ചറിയേണ്ടി വന്ന ഒരമ്മ. ഏഴാമത്തെ കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ നിന്ന് മാറ്റപ്പെട്ട് എവിടെയോ പോയി ജനിച്ചു എന്ന് മാത്രമേ അറിയുള്ളൂ. എട്ടാമതൊരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞിനെ ഒന്ന് മുലയൂട്ടാനുള്ള ഭാഗ്യം പോലും ലഭിക്കില്ല. അതിനു മുമ്പ് തന്നെ, അല്ലേ, അവിടെ നിന്ന് മാറ്റി മറ്റൊരമ്മയ്ക്ക് വളർത്താൻ വേണ്ടി നൽകപ്പെടുന്ന ഒരവസ്ഥ. പകരം ഒരമ്മയുടെ അടുത്ത് നിന്ന് വന്നൊരു കുഞ്ഞിനെ തൻ്റെ മുമ്പിൽ വധിക്കുന്നത് കാണേണ്ടി വന്ന അവസ്ഥ. ഇതൊക്കെ ഒരു മാതാവിന് സഹിക്കാൻ പറ്റുന്നതാണോ? ആണോ? മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവർക്കാണ് ഭഗവാൻ ദുഃഖങ്ങൾ കൊടുക്കുന്നത്. ഭഗവാൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ചും കൃഷ്ണന് ഏറ്റവും സുന്ദരനായ, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ദൈവം ഏതാണെന്ന് ചോദിച്ചാൽ ആരാ? എല്ലാവരെയും ആകർഷിക്കുന്ന ദൈവം കൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ ആരാധകർ ലോകത്തുള്ളത് ആർക്കാ? കൃഷ്ണനാണ്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഏറ്റവും കൂടുതൽ ആരാധകർ കൃഷ്ണനുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ബാഹ്യമായിട്ടുണ്ടെങ്കിലും ആന്തരികമായി ഭഗവാൻ ഒരു പ്രത്യേകതയുണ്ട്. തൻ്റെ ഭക്തനായിട്ട് ഒരാളെ ഭഗവാൻ സ്വീകരിക്കാൻ തയ്യാറായാൽ, മനസ്സിലായില്ലേ? ഭഗവാനെ നമ്മൾ സ്വീകരിക്കുന്ന അവസ്ഥയല്ല പറഞ്ഞത്, തിരിച്ച് ഭഗവാന് തൻ്റെ ഭക്തനായി ഒരാളെ ഉയർത്തണമെന്ന് ആഗ്രഹിച്ചാൽ സർവ പരീക്ഷണത്തിലൂടെ ഇട്ട് കഷ്ടപ്പെടുത്തി കളയും. അതിന് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത, മനസ്സിലായില്ലേ, തനി ക്രൂരനായ ഒരു സ്വരൂപമാണ് ആരുടേത്? കൃഷ്ണൻ്റേത്. എന്താ ക്രൂരൻ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം? പല പരീക്ഷണത്തിലൂടെയും നമ്മളെ നയിക്കും. ഈ പരീക്ഷണങ്ങളിലിടയിലൊക്കെ പെടുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഭഗവാനെ ഉപേക്ഷിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ആ ഭഗവാനെ ഉപേക്ഷിച്ച് നമ്മുടെ മനസ്സ് പോയാൽ നമ്മൾ പരാജയപ്പെട്ടു. പരീക്ഷണങ്ങളുടെ മുഴുവൻ ആളാണ്. പെട്ടെന്നൊന്നും ഒരാളെ അങ്ങോട്ട് സ്വീകരിക്കില്ല. പുറമേ മാത്രമേ ഉള്ളൂ ചിരിച്ച് പുഞ്ചിരിച്ച് ഓടക്കുള്ളിലൊക്കെ ഊതി നടക്കുന്ന ഒരു അർത്ഥതലമുള്ളൂ. സാധാരണഗതിയിൽ പറയും, ഭഗവാൻ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളുടെ സർവസ്വം ബാഹ്യമായ അയാൾ പ്രധാനമെന്ന് ധരിക്കുന്നതെല്ലാം നഷ്ടപ്പെടുത്തി കളയും. കാരണം ഭഗവാൻ മാത്രമാണ് പ്രധാനമെന്ന ബോധത്തിലേക്ക് അയാൾ എത്തണം. നമ്മൾ ഗജേന്ദ്രമോക്ഷം കേട്ടില്ലായിരുന്നോ? അല്ലേ? കൂടെ ഉണ്ടായിരുന്ന ആനകളെല്ലാം ഗജേന്ദ്രനെ ഉപേക്ഷിച്ചു പോയി. തൻ്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ടു, തളർന്നു, അല്ലേ? ഏറ്റവും ഒടുവിൽ ഭഗവാനെ ആശ്രയിച്ചപ്പോൾ ഭഗവാൻ വന്നു. പാഞ്ചാലി
തൻ്റെ ബന്ധുക്കളെയും ഭർത്താവിൻ്റെ എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ടു. അപമാനിതയാകുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചപ്പോൾ ആര് പ്രത്യക്ഷപ്പെട്ടു? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു രീതി ഭഗവാനുണ്ട്. അപ്പോൾ ആ ഭഗവാൻ ഒരാളിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ ബന്ധുമിത്രാദികളെല്ലാം അയാളിൽ നിന്ന് അകറ്റും. കാര്യം എന്താ? ഈ ആളിന് ഭഗവാനെ അല്ലാതെ വേറെ ആരെയും ആശ്രയിക്കാൻ അയാൾ പോകരുത്. മനസ്സിലായില്ലേ? നമുക്ക് പുറമേ ഉള്ള ഒരു ബന്ധുമിത്രാദികളും നമ്മളെ സഹായിക്കില്ല എന്ന് കണ്ടാൽ പിന്നെ നമ്മൾ പുറകിൽ പോവുമോ? പോവില്ല. പിന്നെ ആരുടെ പുറകിൽ പോവും? ഈശ്വരൻ്റെ പുറകിൽ പോവും. നമ്മുടെ ആരോഗ്യത്തെ, ഞാനെന്ന ഭാവത്തെ മുഴുവൻ അങ്ങ് ക്ഷയിപ്പിക്കും. നമ്മുടെ ധനത്തെ മുഴുവൻ അങ്ങ് അപഹരിക്കും. സർവ്വസമ്പത്തും ഇല്ലാതാക്കും. കാരണം എന്താ? നമുക്ക് ആശ്രയിക്കാനുള്ള ഭൗതികമായത് സർവ്വതും നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പരിപൂർണമായി നമ്മുടെ മനസ്സ് എവിടെ എത്തും? ഭഗവാന്റെ പാദത്തെ തേടും. ശരിയല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ കഷ്ടപ്പാടുകളും, കൃഷ്ണൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. ഏറ്റവും ഇഷ്ടമുള്ളവർക്കാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ദുഃഖം കൊടുക്കുന്നത്. എന്താ കാരണം? ദുഃഖങ്ങളൊരു പരീക്ഷണമാണ്. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, ഭഗവാന്റെ അമ്മയാകാനുള്ള ഭാഗ്യയിലെ ദേവകിക്ക് കൊടുത്തത്. ദേവകി സഹിച്ചതുപോലെയുള്ള ദുഃഖം ലോകത്താർക്കെങ്കിലും അത്രയും കിട്ടിയിട്ടുണ്ടാവുമോ? ഉണ്ടോ? ഇത് ദേവകിയുടെ കൃഷ്ണാവതാരത്തിൽ മാത്രമല്ല, രാമാവതാരത്തിൽ നമ്മളെടുത്ത് നോക്കേ. ആദ്യം മക്കളില്ലാത്ത ദുഃഖം കൗസല്യയ്ക്കുണ്ടായി. ദീർഘകാലം മക്കളുണ്ടായതിനു ശേഷം ബാല്യകാലത്ത് തന്നെ അവിടെ അസുരന്മാരെ നേരിടുന്നതിന് വേണ്ടി വിശ്വാമിത്രൻ വന്ന് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ദശരഥൻ അനുവാദം കൊടുത്ത് വിടുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ മകൻ അകന്നു പോകുന്ന നോക്കി നിൽക്കുന്ന കൗസല്യം നമുക്ക് കാണാം. ഇനി അത് കഴിഞ്ഞൊരു സന്തോഷ വർത്തമാനം വന്നു. എന്താ വർത്തമാനം? ആ രാമൻ സീതയെ വിവാഹം കഴിച്ചു. അങ്ങനെ അവിടേക്ക് പോയി ആ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുത്ത് അവരെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ് മകനെ എതിരിടാൻ മറ്റൊരു രാമൻ വന്നു നിൽക്കുന്നു. ഭാർഗവരാമൻ നിസാരക്കാരനല്ല. 21 തലമുറകളെ കൊന്നൊടുക്കിയവനാണ് അല്ലേ? ക്ഷത്രിയ വംശത്തെ ഇല്ലാതാക്കി. ആ ക്ഷത്രിയ വംശത്തോട് ശത്രുത പ്രഖ്യാപിച്ച ആളാണ് ആര്? പരശുരാമൻ. ഇവിടെയും ക്ഷത്രിയനായിട്ട് ആര്? ജനിച്ചിരിക്കുന്ന രാമൻ. അപ്പോൾ ആ രാമൻ ഈ രാമനെ വെറുതെ വിടുവോ? അതും ഭയന്ന് ആര് നിൽക്കേണ്ടി വന്നു? കൗസല്യ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തപ്പെട്ടപ്പോൾ യുവരാജാവാകുന്ന തൻ്റെ മകനെ കുറിച്ച് ഓർത്ത് അഭിമാനത്തോടിരുന്ന ആ സമയത്താണ് തൻ്റെ മകൻ വനത്തിലേക്ക് പോകുന്ന ദുര്യോഗത്തിന് സാക്ഷിയായി കൗസല്യ മാറി. ആ മകൻ കാട്ടിലേക്ക് പോകുന്ന ദുര്യോഗത്തിന് സാക്ഷിയായി തകർന്ന മനസ്സോട് നിൽക്കുന്ന കൗസല്യയ്ക്ക് തൻ്റെ ഭർത്താവ് പുത്രദുഃഖത്താൽ മരിക്കുന്നത് കാണേണ്ടി വന്നു. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് വളരെ കാലത്തിന് ശേഷം 14 വർഷത്തിന് ശേഷം മകനെ പ്രതീക്ഷിച്ചിരുന്ന മകനും മകളുമൊക്കെ എത്തുന്ന സമയത്ത് ആ സീതാദേവിയെ വീണ്ടും ഉപേക്ഷിക്കുന്ന രാമൻ, സീതാദേവിയെ രാമൻ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ പലരും ഇന്ന് കേൾക്കുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് കണ്ടില്ലേ, സ്ത്രീയോട് ഒരു ദാക്ഷിണ്യമില്ലാത്ത സ്ത്രീയെ ഉപേക്ഷിച്ച രാമൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലേ രാമനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ പലരും ചർച്ച ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, രാമൻ ബാഹ്യമായി മാത്രമേ സീതയെ ഉപേക്ഷിച്ചുള്ളൂ. മനസ്സിൽ നിന്നൊരിക്കലും ആരെ ഉപേക്ഷിച്ചിട്ടില്ല, സീതയെ പുറത്താക്കിയിട്ടില്ല. കാരണം ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഉത്തമ ഭരണാധികാരിയായിരിക്കുമ്പോൾ, മനസ്സിലായില്ലേ, ആ നാട്ടിലെ മുഴുവൻ പ്രജകൾക്കും ആരിൽ വിശ്വാസം വരണം? ഭരണാധികാരിക്ക് വിശ്വാസം വരണം. ആ വിശ്വാസമാണ് ഒരു ഭരണാധികാരിയെ ഏറ്റവും ശ്രേഷ്ഠനും യോഗ്യനുമാക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. കള്ള് കൊടുത്തോ കഞ്ചാവ് കൊടുത്തോ എന്ത് പറഞ്ഞ് പറ്റിച്ചിട്ടായാലും ആൾക്കാരുടെ എണ്ണം കൊണ്ട് വോട്ട് കിട്ടിയാൽ അവൻ യോഗ്യനാണ്. വേറെ ഗുണമൊന്നും വേണ്ട, നല്ല സ്വഭാവമൊന്നും വേണ്ട. മനസ്സിലായില്ലേ? പണവും കൈക്കൂലിയും മറ്റു പലതും നടത്തി പലതരത്തിലും ആൾക്കാരെ പറ്റിച്ചിട്ടായാലും തലയെണ്ണിയിട്ടാണ് ഇന്ന് പോകുന്നത്. പണ്ട് അങ്ങനെയല്ല. ഒരു ഭരണാധികാരി യോഗ്യനാകുന്നത് ആ ഭരണാധികാരിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം, അതിലൊരു കളങ്കം പോലും ഉണ്ടാവാൻ പാടില്ല. ഒരു കളങ്കം ഉണ്ടായാൽ ഭരണാധികാരി പരാജയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ ഭരണാധികാരിമാർ എത്ര തവണ പരാജയപ്പെടും? ആലോചിച്ച് നോക്കേ. മക്കൾ കക്കുന്നു, മരുമക്കൾ കക്കുന്നു, ഇല്ലാത്ത കമ്പനി ഉണ്ടാക്കുന്നു, കമ്പനി വഴി കൊണ്ടുപോകുന്നു ഇല്ലേ? എത്ര ആരോപണം. തുടങ്ങിയ കാലം തൊട്ട് ഒടുങ്ങുന്ന കാലം വരെയും ആരോപണമാണ്. മനസ്സിലായില്ലേ? ഇതാണ് ധർമ്മത്തെ ഉൾക്കൊള്ളുന്ന ഭരണാധികാരിയും ധർമ്മമില്ലാത്ത അജ്ഞാനികളായ അസുര ഭരണാധികാരികളും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് നമ്മളൊക്കെ ഗതികേട് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പൗരാവകാശം നമ്മൾ അടിയറ വെച്ച് ചില രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായിരുന്നത് കൊണ്ട് നല്ല ഭരണാധികാരികൾക്ക് പകരം, മനസ്സിലായില്ലേ, നമുക്ക് ചില വിധേയത്വം കൊണ്ട് നമ്മൾ പോയി തിരഞ്ഞെടുപ്പിന് എന്ത് ചെയ്യും? നമ്മുടെ അവകാശം കുത്തിക്കൊടുക്കും. അർഹതയില്ലാത്തവർ ഭരിക്കാൻ കയറും. അവർ കാട്ടിക്കൂട്ടുന്ന ദുഃഖം മുഴുവൻ ആര് സഹിക്കണം? നമ്മൾ സഹിക്കണം. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ ധർമ്മബോധമാണ് ഒരു ഭരണാധികാരിയുടെ യോഗ്യത. അപ്പോൾ ഒരു തരത്തിൽ പോലും ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഒരു ആരോപണം ഉണ്ടാകരുതെന്ന് ആരാഗ്രഹിച്ചു? രാമൻ ആഗ്രഹിച്ചു. അതിന് സ്വന്തം സുഖത്തെ ഉപേക്ഷിക്കാൻ രാമൻ തയ്യാറായില്ലേ? ആ സ്വന്തം സുഖം നൽകുന്ന തൻ്റെ സപത്നിയായ സീതാദേവിയെ ഉപേക്ഷിച്ചു. വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ട് ലക്ഷ്മണനോട് ആക്കാൻ പറഞ്ഞു. അങ്ങനെ ഉപേക്ഷിക്കുന്ന അവസരം വന്നു. പക്ഷേ രാമൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കൽ പോലും സീത വേറിട്ട് പോയിട്ടില്ല എന്നാണ്. ഈ സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് രാമൻ അത് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ലക്ഷ്മണനോടും ഭരതനോടും ഒക്കെ പറയുന്നുണ്ട്, ഞാനൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്, തിരിച്ചൊരൊറ്റ അക്ഷരം മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് സീതയെ ഉപേക്ഷിക്കുകയാണെന്ന്. കാരണം എന്താ? ഇവരെ എതിർത്ത് പറഞ്ഞാൽ രാമൻ പരാജയപ്പെടും. സീതയെ വനത്തിലേക്ക് ഉപേക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള രാമനെ വാൽമീകി നല്ലതുപോലെ ചിത്രീകരിക്കുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. നമുക്കറിയാം, നമ്മുടെ പുരാണങ്ങളിൽ ഈ പിന്നീട് വിവർത്തനം ചെയ്തു വരുന്നതാണ് എഴുത്തച്ഛൻ്റെ കൃതികൾ. ഇപ്പം നമ്മൾ ഭാഗവതം നോക്കുമ്പോഴും അത് എഴുത്തച്ഛൻ ഭാഗവതം, വ്യാസൻ എഴുതിയ ഭാഗവതത്തെ എഴുത്തച്ഛൻ മനസ്സിലാക്കിയത് വിവർത്തനം ചെയ്തിട്ടാണ് ഏത് കിളിപ്പാട്ടിലേക്ക് വരുന്നത്. അതാണ് നമ്മൾ വായിക്കുന്ന സാധാരണ രാമായണം. അപ്പോൾ അതൊന്ന് ചുരുങ്ങിയിട്ടുണ്ട്. പറഞ്ഞ ആശയം മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ആ നിലയിൽ വരുമ്പോൾ അവിടെ ആ ഒരു ഭാഗത്ത് നമുക്ക്, അതുകൊണ്ടാണ് കിളിപ്പാട്ട് രാമായണത്തിൽ കാണാം. പക്ഷേ വാൽമീകി രാമായണത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ വാൽമീകി രാമായണത്തിൽ വളരെ ഹൃദ്യമായ നിലയിൽ വാൽമീകി ആ സീതയെ വേറിട്ട രാമൻ്റെ ഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ രാമൻ ആ തീരുമാനമെടുത്തിട്ട് നേരെ തൻ്റെ സിംഹാസനത്തിൽ നിന്നിറങ്ങി അന്തഃപുരത്തിനുള്ളിലേക്ക് പോകുന്ന രാമൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത്. മനസ്സിലായില്ലേ? ആ പൊട്ടിക്കരയുന്ന രാമനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കഠിനഹൃദയനാണെങ്കിൽ കരയേണ്ട ആവശ്യമുണ്ടോ? പോയി ലക്ഷ്മണനും ഭരതനും കൂടി ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലയിലുള്ള രാമനും ആ സമയത്ത് കൗസല്യക്കുണ്ടായ ദുഃഖം. അപ്പം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഒരർത്ഥത്തിൽ ദുഃഖങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ദേവകി എന്ന മാതാവ് ആത്മബോധത്തോടു കൂടിയ മനസ്സാണ്. മനസ്സിലായില്ലേ? ആത്മബോധത്തിലേക്ക്. അപ്പം മനസ്സഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിൽ ആത്മബോധത്തിൽ എത്തപ്പെട്ട പിന്നെ മനസ്സതിനുള്ളിൽ ഇല്ല, മനസ്സ് ലയിക്കപ്പെടും. ഇപ്പം നമ്മുടെ മുറിയിൽ ലൈറ്റ് അണച്ചാൽ രാത്രിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ലൈറ്റ് പെട്ടെന്ന് അണഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ട് ഉണ്ടാവും ഇല്ലേ? ശരിയല്ലേ? ഈ ഇരുട്ട് എവിടെ നിന്നെങ്കിലും വന്നതാണോ ഇങ്ങോട്ട്? ആണോ? ഇവിടെ തന്നെയുണ്ടത്. ഈ ലൈറ്റ് നിൽക്കുന്നത് കൊണ്ട് ലൈറ്റിനെ ആശ്രയിച്ച് ഈ ഇരുട്ടിന് ഇവിടെ ഇരുള് പരത്താൻ സാധിക്കുന്നില്ല, പകരം പ്രകാശം പരക്കുന്നു. ഈ ലൈറ്റ് അണഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം എന്തുണ്ടാവും? അവിടെ ആ ലൈറ്റിൻ്റെ അഭാവത്തിൽ ആര് പ്രകടമാവും? ഇരുട്ട് പ്രകടമാവും. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് ഇവിടെ ആത്മബോധം ഉണർന്നു കഴിഞ്ഞാൽ അതുവരെ നമ്മളെ നിയന്ത്രിക്കുന്ന മനസ്സാണ്. ആത്മബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് അവിടെ എന്താവും? മറയും. അവിടെ പ്രകടമാവില്ല. ആ മനസ്സുള്ളിലേക്ക് മറയുകയും പകരം ബോധം ഉണരുകയും ചെയ്യും. ആ ബോധതലത്തിലെത്തിയ ആളാണ് ആര്? ദേവകി. മനസ്സിലായില്ലേ? ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയും വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇരുട്ടും വെളിച്ചം ഇവിടെ നിൽക്കത്തില്ലേ? ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആത്മബോധം വരും. ആർക്ക്? യശോദയ്ക്ക്. മനസ്സിലായോ? ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണെന്നൊക്കെ അങ്ങോട്ട് തോന്നും. എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബൾബ് അണയുന്ന കണക്ക് ആ ചിന്ത അങ്ങ് വിടും. പിന്നെ തൻ്റെ മകനാണെന്നുള്ള മാത്രം ഭാവത്തിൽ ആരെത്തും? യശോദ എത്തും. ഇങ്ങനെയുള്ള രണ്ട് ഭാവങ്ങളാണ് ഇവിടെ നമുക്ക് ഈ രണ്ട് അമ്മമാരിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ഇതിൽ ഏത് ഭാവം നേടാൻ സാധിക്കണം? യശോദയുടെ ഭാവത്തിൽ നിന്ന് ദേവകിയുടെ ഭാവത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. ആത്മബോധത്തിലേക്ക് ഉയരാൻ സാധിക്കണം. പറഞ്ഞ ആശയം മനസ്സിലായോ? ആ ആത്മബോധത്തെ നേടാൻ സാധിക്കണം. അതൊക്കെ നടക്കും. വേണമെന്ന് വെച്ച് പരിശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ പരിശ്രമിച്ചാൽ നടക്കും. അപ്പം നമ്മുടെ മനസ്സ് അതിലേക്ക് കൊടുത്ത് ആ ചിന്തകൾ കൊണ്ട് പതുക്കെ പതുക്കെ, ഒറ്റയടിക്കല്ല. നമ്മളൊരു നദീതടത്തിൽ പോയാൽ ആ നദിയുടെ തടങ്ങളിൽ വളരെ സുന്ദരമായ കല്ലുകൾ, മനോഹരമാർന്ന കല്ലുകൾ നമുക്ക് കാണാം ഇല്ലേ? കൈകൊണ്ടെടുത്ത് ഇങ്ങനെ തടവി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഇട്ടിരിക്കുന്ന നല്ല പോളിഷ് ചെയ്തിട്ടിരിക്കുന്ന മാർബിളിനേക്കാൾ മിനുസമുള്ള കല്ലുകൾ നമുക്ക് കാണാം. ഈ കല്ലുകൾ ഉണ്ടായ സമയത്തെ ഇങ്ങനെ ആയിരുന്നോ? വലിയ പാറയായി വികൃത രൂപത്തിലൊക്കെ മലകളിൽ നിന്ന് പൊട്ടി അടർന്ന് നദികളിലേക്ക് വന്ന് പതിച്ച് കാലാന്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് വർഷങ്ങളെടുത്ത് ഒഴുകി അല്ലേ, പല പല പാറകളിലും തട്ടി അതിൻ്റെ മൊനയും മറ്റു ഭാഗങ്ങളും ഒക്കെ അടർന്ന് മാറി അതിങ്ങനെ ഒഴുകി അത് ഏറ്റവും അടിവാരത്തിലെത്തുമ്പോൾ അത് സുന്ദരമാവും. മനസ്സിലായില്ലേ? ഇതുപോലെ ഭക്തിയാകുന്ന പ്രവാഹത്തിനുള്ളിലൂടെ ഒന്ന് ഒഴുകാൻ നമ്മൾ തീരുമാനിച്ചാൽ മതി. ബാക്കിയൊക്കെ തനിയങ്ങ് മാറിക്കോളും. നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ നടക്കില്ല.
നടക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ആ ഭക്തിയുടെ പ്രവാഹത്തിനുള്ളിലേക്ക് ഒഴുകണം. മനസ്സിലായില്ലേ? ആ ഭക്തിയുടെ പ്രവാഹത്തിനുള്ളിലൂടെ ഇങ്ങനെ ഒഴുകുമ്പോൾ ജ്ഞാനമാകുന്ന മറ്റു ശിലകളിൽ തട്ടി അജ്ഞാനമാകുന്ന നമ്മളിലുള്ള വിരൂപതയൊക്കെ മാറിക്കൊള്ളും. അത് വളരെ മനോഹരമാർന്ന സുന്ദരമായ ഭാവത്തിൽ ഇല്ലേ? ആ കല്ല് നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടായ കല്ല് ആരെങ്കിലും എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമോ? ഏറ്റവും ഒടുവിൽ ലഭിച്ച കല്ലാണെങ്കിലോ? ഇല്ലേ? അതുപോലെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കപ്പെടാവുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തും. അപ്പോൾ ആ ദേവകിയുടെ ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇങ്ങനെ ഈ രണ്ടമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ യശോദ എന്താ ചെയ്തത്?